ബ്രോമാൻസ് പിടിച്ചിരിക്കുന്ന സാധനം അത് മതിയാ. എനിക്കാരായാലും മതി. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. എന്റെ ഗ്രഹനിലയും കൂടി അറിയാനുള്ളൂ അല്ലേ? അതും അറിയാം. ചിലപ്പോ ഞാനതൊന്ന് തിരുത്തിയെഴുതും. ലൈഫില് 2 മണിക്കൂർ 18 മിനിറ്റ് എല്ലാം മറന്ന് ഇരുന്നങ്ങ് കണ്ട് അങ്ങോട്ട് ആസ്വദിച്ചു. ഭയങ്കര അതുപോലത്തെ ഒരു വൈബ് പടം, അതുപോലത്തെ വൈബ് പടം. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി അത് തിയേറ്ററിൽ വന്നപ്പോഴേ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. അവസാനം നീ കരയും മോനെ, അനുഭവം കൊണ്ട് പറയുന്നതാണ്. പണ്ട് ലാലേട്ടനും മുകേഷൊക്കെ ചെയ്തു വെച്ച പരിപാടിയില്ലേ, അതായത് സീനകത്ത് പെർഫോം ചെയ്തിട്ട് പെർഫോമൻസ് കൊണ്ട് പടത്തിന് ഹൈ ആക്കുക. ഇവനെ നിനക്കറിയോ? അവനാണ് നീ. ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ പോലെ നമ്മള് എല്ലാരും ചേർന്ന് ആ ക്യാരക്ടറിന് എടുത്തൊരു മീറ്റർ ചിലപ്പോ തെറ്റിപ്പോയതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയർ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. സ്ക്രിപ്റ്റ് ഒന്നുമല്ല, സ്ക്രിപ്റ്റ് ഒക്കെ ഒന്നുമില്ല, അത് അവിടെ ഉണ്ട്, സാധനം ഉണ്ട്. ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, പക്ഷേ അതിന് മുകളിലേക്ക് പെർഫോം ചെയ്തിട്ട് തിയേറ്റർ ഇളക്കി മറിക്കും. ഞാൻ ലിറ്ററലി ഭീകരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് ബ്രോമാൻസ്. അത് നമ്മള് ചെയ്തതിന്റെ പ്രശ്നമാണ്. അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. മാത്യു തോമസിന്റെ ഇതിലുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഇദ്ദേഹത്തിന് ഹൈപ്പർ ടെൻഷൻ പരിപാടിയൊക്കെ ഉണ്ട്. നാക്കിൽ വിളയുന്ന നുണകൾ വിറ്റ് ഇപ്പോൾ ഇവിടെ. ഇതല്ലേ നിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി? അത് വന്നിട്ട് പിന്നെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒരു സീനിന്റെ അകത്ത് പെർഫോം ചെയ്യുക. അതേ പറഞ്ഞ പ്രിയദർശൻ പടങ്ങളിലെ പോലെ വേറെ ലെവലാടാ നീ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. ഇപ്പൊ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ്. ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്കായിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല.